ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്ലെസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1 നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ സീവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ 4 മുട്ടയുടെ യോക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് പോർഷനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യോക്കിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര ഉണ്ട്. അപ്പോൾ അതിനകത്ത് പകുതി ഭാഗത്തോളം നമുക്ക് ഈ ഒരു യോക്കിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് വൈറ്റ് പോർഷൻ ബീറ്റ് ചെയ്യുമ്പോൾ എടുക്കാം. ഇപ്പോൾ ഇത് പകുതി പോർഷൻ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തതെല്ലാം അലിഞ്ഞ് തീരുന്നതിനും വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചറിലായ പാലാണ്. 1/4 കപ്പോളം പാല് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നോർമൽ ടെമ്പറേച്ചറായ പാലും അതുപോലെ മുട്ടയും എല്ലാം നോർമൽ ടെമ്പറേച്ചർ ആയത് മാത്രമേ കേക്കിനായിട്ട് എടുക്കാവൂ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാറ്ററിന് തിക്കായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ, അതായത് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ വൈറ്റ് പോർഷൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വിനെഗറൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പകുതി പഞ്ചസാര നമ്മൾ യോക്കിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ നല്ല പഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ഫോം ആവുന്നിടം വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് നമ്മുടെ യോക്കും അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ആ ബാറ്ററിലോട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 3 പാർട്ടായിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു പാർട്ട് എടുത്തപ്പോൾ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി. ഇപ്പോൾ രണ്ടാമത് ഞാൻ ചേർത്ത് കൊടുത്ത് ഇത് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്ത് 2 മിക്സും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം ഞാനിതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് ടിന്നിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൗ ടോപ്പിൽ. അപ്പോൾ അതും കൂടെ ഇത് നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാനിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ് വരെ ഇത് ബേക്ക് ആവാനായിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സ്ക്യൂറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. കേക്ക് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിൽക്ക് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് 3 മിൽക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് പാല് വറ്റിച്ചെടുത്തതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം.
അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവാപ്പറേറ്റഡ് മിൽക്ക് അല്ലെങ്കിൽ പാല് വറ്റിച്ചെടുത്തതും അതുപോലെ ഫ്രഷ് ക്രീം 1/2 കപ്പ്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കേക്ക് ഫോർക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ കുത്തി ഹോൾ ഇട്ട് കൊടുക്കുക. ഈ നമ്മൾ ഒഴിക്കുന്ന മിൽക്കെല്ലാം നല്ലതുപോലെ സോക്ക് ആവാൻ വേണ്ടിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വറ്റി അതിനകത്തെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഈ മിൽക്കിൽ കൂടെയാണ് കേട്ടോ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഈ മിക്സ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് എങ്ങനെ വിപ്പ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കുന്നതും അതുപോലെ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് എങ്ങനെയാണ് വിപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വിപ്പിംഗ് ക്രീം നമ്മൾ പൈപ്പിംഗ് ബാഗിലോട്ടിട്ട് നോസിലൊന്നും കൊടുക്കണമെന്നില്ല. കറക്റ്റ് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് വിട്ടാൽ മാത്രം മതിയാവും. നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ പിസ്ത ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒഴിച്ച ആ മിക്സില്ലേ 3 മിൽക്കിൻ്റെ മിക്സ് അത് ഒഴിച്ച് വേണം സെർവ് ചെയ്യാൻ. നല്ല ടേസ്റ്റിയാണ്. ആ മിൽക്ക് കൂടെ ഒഴിച്ചാൽ നല്ല സോഫ്റ്റായിട്ടും നല്ല ജ്യൂസി ആയിട്ടുമുള്ള ക്രസ്റ്റച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.